മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം, ദേശീയപാതാ വികസനം, എയിംസ് വിഷയങ്ങളിൽ ഡൽഹിയിൽ നിന്ന് നിർണായക കൂടിക്കാഴ്ചകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, JP നഡ്ഡ എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര ഷെഖാവത്തുമായി PA മുഹമ്മദ് റിയാസ് കൂടിക്കാഴ്ച നടത്തി. നിലവിൽ കേരളം അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല ബീച്ച് ടൂറിസത്തിൻ്റെ സാധ്യത കേരളത്തിലാണ്. കേരളത്തിൻ്റെ കടൽ, അതിൻ്റെ മറ്റ് പ്രത്യേകതകളൊക്കെ ഇതിനകം തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ കേരളത്തിലെ ബീച്ച് ടൂറിസത്തിലെ അഡ്വഞ്ചർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇനിയും ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിന് കൂടി ചില സഹായങ്ങൾ വേണ്ടതുണ്ട്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അച്യുതനും ബൽറാം നെടുങ്ങാടിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, കേരളത്തിന്റെ ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, നിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മുണ്ടക്കൈ ചൂരൽമല ആവശ്യമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി സംസ്ഥാനത്തിന് നിലനിൽക്കിയ ആ വിഷയമാണ് കേരളം ഉയർത്താൻ പോകുന്നത്. JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയിൽ എയിംസ് വിഷയവും ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകാൻ പോകുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, കേരളത്തിന്റെ വികസനം, ഒപ്പം തന്നെ വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിർണായകമായ കൂടിക്കാഴ്ചകൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരായ ധനമന്ത്രി KN ബാലഗോപാൽ, ഒപ്പം തന്നെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവരും ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് 4 കേന്ദ്രമന്ത്രിമാരുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണത്തിനായി 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച 260 കോടി എന്നുള്ളത് ഒട്ടും പര്യാപ്തമല്ല എന്ന കാര്യമാണ് സംസ്ഥാനം ഈ വിഷയത്തിൽ ഉള്ളത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി കേരളത്തിൽ നിന്നുള്ള MP മാരും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള നിവേദനം ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ ഉണ്ട്. എങ്കിലും അനുഭാവപൂർവമായ ഒരു സമീപനം ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 1 മാസം മുമ്പ് തന്നെ സമയം തേടിയിരുന്നു. അതിൽ ചൊവ്വാഴ്ച ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ആദ്യം സമയം അനുവദിച്ചിരുന്നെങ്കിലും ചില അസൗകര്യങ്ങളെ തുടർന്ന് ഒടുവിൽ മാറ്റിവെക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് ആ കൂടിക്കാഴ്ച നടക്കുന്നത്. പ്രധാനമായും കേരളത്തിന് വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുക. ഒപ്പം തന്നെ കേരളത്തിന്റെ മറ്റ് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ കേരളം മുന്നോട്ട് വയ്ക്കും. ഇതിൽ ഏറ്റവും നിർണായകം എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുമായി. ഒപ്പം തന്നെ മറ്റ് 3 കേന്ദ്രമന്ത്രിമാരെ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാണുന്നുണ്ട്. അതിൽ പ്രധാനമെന്നുള്ളത് ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടത്തുന്ന കൂടിക്കാഴ്ച തന്നെയാണ്. കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യം, അത് കാലങ്ങളായുള്ള ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. ഒപ്പം ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. മറ്റ് ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് ഉച്ചയ്ക്ക് 1 മണിക്ക് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. കേരളത്തിന്റെ ദേശീയപാത വികസനം, അത് നിലവിലുള്ള പുരോഗതി, ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ സംബന്ധിച്ചുള്ള ആവശ്യങ്ങളും മന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അച്യുതൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ അമിത്ഷായുടെ വസതിക്ക് മുമ്പിലാണ് ഉള്ളത്. അച്യുതൻ, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ടതിന്റെ 8-1 സഹായം പോലും കിട്ടിയില്ല എന്നുള്ള പരാതി കേരളത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ സംസ്ഥാനമുയർത്തിയ സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തി എല്ലാത്തിനും കേന്ദ്രം ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഈ സഹായത്തിൻ്റെ കാര്യത്തിൽ മുഖം തിരിച്ചു കേന്ദ്രം എന്നുള്ള വിമർശനത്തിനിടെയുള്ള കൂടിക്കാഴ്ചയാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അച്യുതൻ? റിജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് കൃഷ്ണമേനോൻ ലൈനിലെ ഡൽഹിയിലെ അമിത്ഷായുടെ വസതിക്ക് മുൻപിലാണ്. അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഈ വസതിയിലേക്ക് എത്തിയത്. 11 മണിയോടുകൂടിയായിരിക്കും കൂടിക്കാഴ്ച, നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുക. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഒരു കാര്യമായ ഇടപെടലോ സഹായമോ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നതാണ്. ആകെ കൂടി നൽകിയത് ഏതാണ്ട് ഒരു 260
കോടി രൂപ മാത്രമാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനം ആവശ്യപ്പെട്ടത് 2219 കോടി രൂപയാണ്. സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആവശ്യപ്പെട്ടതെങ്കിലും അതിൽ ഇതുവരെയും ഒരു തീരുമാനം ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ദുരന്തം ഇപ്പോൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായതിന് പിന്നാലെ തന്നെ കേന്ദ്രം അടിയന്തരമായിട്ടുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് സംസ്ഥാനം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ ഹൈക്കോടതിയിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്രം കേൾക്കേണ്ടി വന്നു. സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ അത് തുറന്നു പറയണം എന്ന വിമർശനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ കേന്ദ്രത്തിനെതിരെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ നിർണായക കൂടിക്കാഴ്ചയിൽ ഒന്നുകൂടി ആ ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതായത് സംസ്ഥാനം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.